നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടൻഹാം വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പ്രിവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് സാറ്റർഡേ നടക്കാൻ പോകുന്നത് നല്ലൊരു മാച്ച് തന്നെയാണ്. ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൻഹാം പലപ്പോഴും സിറ്റിക്കെതിരെ നല്ല രീതിയിൽ തന്നെ കളിക്കാറുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊരു മത്സരത്തിന് ശേഷം പെപ്പ് ടോട്ടൻഹാം വെറും ഒരു ഹാരി കെയ്ൻ ടീമാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം കെയ്ൻ ഇല്ലാതെ തന്നെ സ്പേഴ്സ് പലപ്പോഴും സിറ്റിയെ നല്ല രീതിയിൽ തന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിന്നിങ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പൊ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ പരാജയപ്പെട്ടു. EFL കപ്പിലും ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും ഒക്കെ തോൽവി നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. പെപ്പിന്റെ മാനേജീരിയൽ കരിയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ലൂസിംഗ് സ്ട്രീക്ക് ഇത് ആദ്യത്തേതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് എന്തായാലും ഒരു ബൗൺസ് ബാക്ക് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിനുള്ള ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്പേഴ്സിനെതിരെയുള്ള മാച്ച് എന്ന് പറയേണ്ടി വരും. കാരണം രണ്ടും വളരെ ഓപ്പൺ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. ഒരുപാട് ചാൻസുകൾ ഈ ഒരു മത്സരത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും മത്സരം മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് അകാഞ്ചിയും ജോൺ സ്റ്റോൺസും ഡിബ്രോയിനും ഒക്കെ ടീമിലേക്ക് വന്നു കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റം സിറ്റിയിലേക്ക് കൊണ്ടുവരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇപ്പൊ കഴിഞ്ഞ കുറെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ക്രിയേറ്റീവായിട്ട് നോക്കുമ്പോൾ ഡിബ്രോയിനും അതുകൂടാതെ റോഡ്രിയെ മാറ്റി നിർത്തിയപ്പോൾ പലപ്പോഴും ഒരു ഹോളൊക്കെ മിഡ്ഫീൽഡിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഡിബ്രോയിൻ പഴയ ഫോമിലേക്ക് വരുന്നു നമുക്കറിയില്ല. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആണ് സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ടോട്ടൻഹാമിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്സ്വിച്ച് ടൗണിനെതിരെ ഒരു വലിയ പരാജയം നമുക്ക് ഇന്റർനാഷണൽ ബ്രേക്കിന് തൊട്ടു മുമ്പ് നേരിടേണ്ടി വന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത സിറ്റുവേഷൻ ആണ്. കാരണം ഇപ്പൊ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്സ്വിച്ചിനെക്കാട്ടും ഒരു ബെറ്റർ ടീമാണ് അന്ന് കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ നമ്മളുടെ വീക്ക്നെസ് മുതലാക്കിക്കൊണ്ട് 2-1 നമ്മളെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു തോൽവിയിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യേണ്ടത് ആഞ്ച് പോസ്റ്റെകോഗ്ലുവിനെയും അല്ലെങ്കിൽ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഡിഫൻസിലെ ഒരു പോരായ്മകൾ നമുക്ക് പലപ്പോഴും വിനയായിട്ടുണ്ട്. കാരണം ഇപ്പൊ റൊമേറോയുടെ കളി നോക്കിക്കഴിഞ്ഞാലും ഡ്രാഗൂസിന്റെ കളി നോക്കിക്കഴിഞ്ഞാലും കൺസിസ്റ്റന്റ് ആയിട്ട് അവർ കളിക്കുന്നില്ല. ഇപ്പൊ ഒരു കൗണ്ടർ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പാളിപ്പോവാറുണ്ട്. ആ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓപ്പോസിഷൻ സ്കോർ ചെയ്യുന്നു. നമ്മളാണെങ്കിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൊളാങ്കി ആയാലും ബ്രണ്ടൻ ജോൺസൺ ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ കിട്ടിയ പല ചാൻസുകളും നമ്മൾ ഈസി ആയിട്ട് മിസ്സാക്കുന്നു. അത് നമ്മൾ ഒരു ഡ്രോയിലേക്കോ തോൽവിയിലേക്കോ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ മിഡ്ഫീൽഡിൽ ബെൻടുങ്കർ നമുക്കറിയാം, പുള്ളി ബാൻ കാരണം കളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മിഡ്ഫീൽഡിൽ ഇറങ്ങാൻ പോകുന്നത് സാറോ അല്ലെങ്കിൽ ബിസൂമിക്ക ആയിരിക്കും. അപ്പൊ ഇവരുടെ ഒരു പെർഫോമൻസ് ചില മത്സരങ്ങളിൽ നന്നായിട്ട് കളിക്കുന്നത് കാണാറുണ്ട്, ചില മത്സരങ്ങളിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ പെപ്പ് എങ്ങനെയായിരിക്കും ടീമിനെ സെറ്റപ്പ് ചെയ്യാന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഡിഫൻഡേഴ്സിനെ നല്ല രീതിയിൽ തന്നെ കൗണ്ടർ അറ്റാക്കിലൂടെയും അല്ലെങ്കിൽ 1-on-1 പ്രസ്സിലൂടെ വിങ്ങേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സവീഞ്ഞോ നമുക്കൊരു ത്രെട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഗ്രീൻലിഷോ ഡോക്കോ കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗ്രീൻലിഷ് തിരിച്ചു വരികയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ്. ഇപ്പൊ ഹാലൻഡിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്തായാലും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കുള്ള ബോൾ മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിഡ്ഫീൽഡേഴ്സിന് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ലൊരു ഫൈറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിറ്റിയെ നമുക്ക് ഈ അവസ്ഥയിൽ തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം റോഡ്രി ഇല്ല, ഇഞ്ചുറി കഴിഞ്ഞിട്ട് ടീം തിരിച്ചു വരുന്നേ ഉള്ളൂ. കാര്യമായിട്ടുള്ള വീക്ക്നെസ് മിഡ്ഫീൽഡിലും ഡിഫൻസിലും ഒക്കെ സിറ്റിയുടെ സൈഡിലുണ്ട്. അത് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണ ആയാലും ഇപ്പോൾ സൊളാങ്കി ആയാലും ഒരു കിടിലം 1-2 ചാൻസുകൾ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.